ഇതായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ചുണ്ടായ ഒരു നിമിഷം. കുഞ്ഞിനെ കൊണ്ടുവന്നതും അപ്പച്ചി ചാടി കുഞ്ഞിനെ എടുത്തു. സിസ്റ്റർ കുഞ്ഞിനെ കൈ കൊടുത്തപ്പോഴേക്കും അച്ഛനെന്ന മുഖം ഒന്ന് കാണാമെന്ന് വെച്ച് എത്തി നോക്കിയപ്പോൾ പുറകെ നിന്ന് സിസ്റ്ററോ ഒരു ബില്ല് അപ്പൻ്റെ കൈ കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പനാകട്ടെ കൊച്ചിനെ ശരിക്കും കണ്ടതുമില്ല. അപ്പച്ചനും വെല്ലിച്ചനും കൊച്ചമ്മയും കൊച്ചച്ചിയും മുത്തശ്ശിയെല്ലാം കുഞ്ഞിനെ കാണാൻ തിരക്കുകൂടി. അപ്പച്ചിയാകട്ടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം പോലെ എല്ലാവരുടെ കയ്യിലും ഒന്ന് കൊടുത്ത് എല്ലാവരെയും ഒന്ന് കാണിച്ചു. അപ്പച്ചിയുടെ പാട്ട് കേട്ടിട്ടാണോ എന്നാൽ ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് കൊച്ചു കിടന്നുറങ്ങി. കൊച്ചുറങ്ങിയ സമയത്ത് അച്ഛൻ വന്നൊന്ന് എടുത്ത് ചിരിച്ച് കാണിച്ചു. കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോകുന്നപ്പോഴേക്കും കൊച്ചിനാകെ എന്തോ വയറ്റിൽ കിടന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. വെളിയിൽ എന്തിനാണോ എന്നെ കൊണ്ടുവന്നതെന്നുള്ള ഭാവത്തിൽ കിടന്ന് മുറുമുറുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിൽ ചുറ്റുപാടും ഒന്ന് നോക്കി. എന്താണെന്നറിയില്ല, അവൾക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടായോ എന്ന് മുഖം കണ്ടിട്ട് തോന്നുന്നില്ല. എന്നിട്ടോ ഞാനാകട്ടെ എന്തോ നീതി കിട്ടിയ സന്തോഷത്തിൽ അവളെയും താഴെ വെക്കാതെ കൊണ്ട് നടന്നു. അമ്മയും അച്ഛനും കൊച്ചുറങ്ങട്ടെടി, നീ അതിനെ ശല്യപ്പെടുത്താതെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അവൾ ഉണർന്നതും ഡ്രസ്സെല്ലാം മാറ്റി വെളിയിൽ കൊണ്ടുപോയി കഥ പറയാൻ തുടങ്ങി. കൊച്ചാകട്ടെ എന്നെ കണ്ട ഭാവം നടിക്കുന്നില്ല, എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ തള്ളക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടേ എന്ന ഭാവത്തിൽ ഇങ്ങനെ എന്നെ നോക്കി എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ചു. ഞാനാകട്ടെ വെറുതെ വിടാൻ പോയില്ല. കൊച്ചാണെ എന്നെ കണ്ണും തള്ളി ഇങ്ങനെ നോക്കിയിരിക്കുക. ഈ തള്ളയ്ക്ക് എന്നെ തൊട്ടില്ലെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെയോ എന്നോർത്ത് ഞാനാകട്ടെ എന്തോ ടെഡി ബിയർ ആരോ ഗിഫ്റ്റ് തന്നതുപോലെ അതിനെയും താഴെ വെക്കാതെ കൊണ്ടു നടന്നു. കൊച്ചോ ഇതൊക്കെ ഇനി ഞാൻ സഹിച്ചല്ലേ പറ്റൂ എന്ന ദീർഘശ്വാസത്തോടെ എന്നെ നോക്കിയിരുന്നു. അടുത്തത് നോക്ക്, ഡ്രസ്സും മാറ്റി ഈ തള്ള എന്നെ താഴെ വെക്കാതെ എന്തോന്നേ ഈ കാണിക്കുന്നതെന്നോർത്ത് കൊച്ചൊരു വായിക്കോട്ടെയൊക്കെ വിട്ട് കരയാനും തുടങ്ങി. ഞാനാകട്ടെ നിന്നെ ഞാൻ ഇന്നെടുത്ത് താലോലിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് വാതിൽക്ക് ഇരുന്നൊരു പാട്ടൊക്കെ പാടി. ഇവളുടെ മുഖഭാവം കണ്ടറിയില്ലേ, എൻ്റെ പാട്ട് കേട്ടതേ അവൾക്ക് ഉറക്കം വന്നു. എന്നാൽ വാ കുളിക്കുന്നെങ്കിലും കണ്ട് കൊണ്ട് കിടത്തുമെന്ന് അവൾ വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി. അങ്ങനെയൊന്നും ഇവളെ ഉറക്കാൻ യാതൊരു ഉദ്ദേശവും എനിക്കില്ലായിരുന്നു. അവളെ കൺകുളിർക്ക് കാണാൻ കൊതിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ടടാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ 2 പേര് വന്ന് രാത്രി 3 മണിയായപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇവർക്കൊക്കെ ഇത് തന്നെയാണോ പരിപാടി? എന്നെ രാത്രിയും രാവിലെയും ഒന്നും വെറുതെ വിടത്തില്ലയോ എന്ന ഭാവത്തിൽ കൊച്ചി എല്ലാവരെയും നോക്കിയിരുന്നു. അമ്മയുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വല്യമ്മയും വല്യച്ഛനും വന്ന് എന്നെ ശല്യപ്പെടുത്തുകയാണോ എന്നുള്ള ഭാവത്തിൽ കൊച്ചു കിടന്ന് കാലും കൈയിട്ട് അടിക്കാൻ തുടങ്ങി. അച്ഛൻ എന്തോന്നാ ഈ കാണിക്കുന്നത്? എൻ്റെ വയറിനിപ്പോൾ തിരുമ്മി 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 വെളിയിലിറക്കുമല്ലോ എന്നുള്ള ഭാവത്തിൽ കൊച്ചു നോക്കി. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒരു കുടുംബത്തിലെ അല്ലേ എന്ന ഭാവത്തിൽ കൊച്ച് അനങ്ങാതെ കട്ടിലിൽ കിടന്നു. രാത്രിയിലോ ഉറങ്ങിയില്ല. രാവിലെയെങ്കിലും ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അതാണ്ട് മടിയിൽ വെച്ച് എന്നെ നോക്കി എന്തൊക്കെയോ കോക്രാം പിച്ച് ഈ വല്യമ്മ കാണിക്കുന്നു. ഇവർക്കൊക്കെ ഇത് തന്നെയാണോ പണി? എന്തിനാ ദൈവമേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് ഞാൻ വാ വിളിച്ച് നിൽക്കുമ്പോഴതാണ്ട് അമ്മ എന്നെ കൊഞ്ഞണം കുത്തി കാണിക്കുന്നു. എൻ്റെ ഈശ്വര, ഞാൻ എന്നാണോ നന്നായിട്ടൊന്ന് ഉറങ്ങുന്നത്? ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരോട് പറയുമെന്ന ഭാവത്തിൽ കൊച്ചിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ തേണ്ട ആകാശത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ തേണ്ട വീണ്ടും എൻ്റെ അമ്മ വന്നിട്ട് എന്തൊക്കെയോ കലവില കലവില പറയുന്നു. ഇവിടെങ്കിലും സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു. ഇനിയുള്ള എൻ്റെ ജീവിതം സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും. ഈശ്വരാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഈശ്വരാ എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന രീതിയിൽ കൊച്ചു ദൈവത്തോട് നോക്കി സംസാരിച്ചു. അടുത്ത എല്ലാ പരീക്ഷണവും കഴിഞ്ഞു. നേരം വെളുത്തപ്പോൾ തൊട്ട് എൻ്റെ വെല്ലിച്ചൻ എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. മേളിലോട്ട് കൈ വെക്കുന്നു, താഴോട്ട് കൈ ഇതാക്കുന്നു, മേളിലോട്ട് കൈ വെക്കുന്നു, താഴോട്ട് കൈ ഇതാക്കുന്നു. ഞാനിപ്പോൾ എന്തോ ചെയ്യേണ്ട? വെല്ലിച്ച അങ്ങനല്ല, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എൻ്റെ വെല്ലിച്ച, ഞാനിതിപ്പോൾ മണിക്കൂറൊന്നായി കണ്ടുകൊണ്ടിരിക്കുന്നു. വെല്ലിച്ചൻ എന്തോ ഈ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള ഭാവത്തിൽ കൊച്ചുതേണ്ട് എൻ്റെ കർത്താവേ എന്നെ കാത്തോണീന്നും പറഞ്ഞതാണ്ട് ഇങ്ങനെ. ഈ വെല്ലിച്ചനെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മ ഒരു സൈക്കോ ആണ്, വെല്ലിച്ച അതിലും വലിയ സൈക്കോ ആണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്ന ഭാവത്തിൽ കുഞ്ഞുതാണ്ട്. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ സഹിച്ചല്ലേ പറ്റൂ എന്നുള്ള ഭാവത്തിൽ അവളും അതൊക്കെ നോക്കി ചെയ്യുന്നു.
നാളെ നമുക്ക് അച്ഛൻ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം. ദൈവമേ, ഈ സൈക്കോ അമ്മയിൽ നിന്നും ഈ സൈക്കോ കുടുംബത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോവുകയാണല്ലോ എന്നുള്ള സന്തോഷമാണോ എന്നെനിക്ക് മനസ്സിലായില്ല. എന്തായാലും മുഖം വിടർന്ന് നല്ല പുഞ്ചിരിച്ച മുഖം കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷമായി. അങ്ങനെയെങ്കിൽ നാളെ നമുക്ക് റെഡിയാകാം കുഞ്ഞ്, നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴും അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് നാളെ ആയാൽ മതി എന്ന ഭാവത്തിൽ അവൾ എന്നെ തന്നെ നോക്കി ചിരിച്ചു.